ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാമിലിയുമായിട്ട് പുറത്ത് ചില്ലാവാൻ വേണ്ടി പോയിട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഉച്ച സമയത്താണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി തന്നെ നമ്മുടെ നരിപ്പറമ്പ് ആലിങ്ങലുള്ള മധൂത്ത് കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. കുറച്ച് ദിവസമായി ഇൻസ്റ്റയിൽ കണ്ടിട്ട് ഇങ്ങനെ കൊതിയായിട്ടിരിക്കുകയായിരുന്നു മധൂത്ത് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം പോയത് കൂട്ടായി ഭാഗത്തുള്ള ബ്ലൂ വേവ് എന്ന് പറഞ്ഞ പാർക്കിലോട്ടാണ്. ഇതുപോലെ ഗുഹയുടെ ഉള്ളിലൂടെയാണ് നമ്മൾ ആ പാർക്കിലോട്ട് കടക്കുന്നത്. ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത്. ചെറിയൊരു എമൗണ്ടാണ് നമുക്ക് ടിക്കറ്റ് വരുന്നേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട് വ്യൂ ഇതുപോലെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സുഖമായിട്ട് നടന്ന് കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് ഈ ഒരു പാർക്കിൽ തന്നെ അവർ പക്ഷികളെയും ലവ് ബേർഡ്സിനെയും അങ്ങനെ പാമ്പ്, ആട്, അങ്ങനെ എമു, അങ്ങനെ കുറച്ച് പേരെയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ നമുക്കതൊക്കെ നടന്ന് കാണാം. അപ്പോൾ ഇതേ നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ നമ്മളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല സുഖമായിട്ട് കണ്ടു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യമൂനാണെങ്കിൽ എഴുന്നേൽക്കാൻ അവന് കുറച്ച് മടി. അപ്പോൾ അവിടെയുള്ള പയ്യൻ വന്നിട്ട് യമൂനെ ഇങ്ങനെ എഴുന്നേൽപ്പിക്കുകയാണ്. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡാൻസാണ് കേട്ടോ. ഓടി നടക്കുകയായിരുന്നു. അമ്മ ഇത് അവനെ കൈയും കാലൊക്കെ കാണിച്ചിട്ട് ദേഷ്യം പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവൻ്റെ കളികൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ലവ് ബേർഡ്സിനെ വളർത്തുന്നൊരു കൂടുണ്ടായിരുന്നേ. അപ്പോൾ കൂട്ടിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാട്ടോ. അപ്പോൾ ലവ് ബേർഡ്സിനെ കഴിക്കാനുള്ള ഇതൊക്കെ ഭക്ഷണം നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ നമ്മുടെ കയ്യിൽ അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വന്നിരുന്നിട്ട് അത് കഴിക്കും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവരിങ്ങനെ കൊത്തി കഴിക്കുമ്പോൾ. അപ്പോൾ നല്ല ഇണക്കമുള്ള ലവ് ബേർഡ്സ് കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ ഉള്ളിൽ കയറി ഇങ്ങനെ തീറ്റ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരാളിത് കൂട്ടിലൊന്നും അല്ലാതെ തന്നെ പുറത്ത് ചുമ്മാ മരച്ചോട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആര് വന്നാലും പോയാലും ഒന്നും ഒരു മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ തൊടുമ്പോഴൊന്നും ഒരു വികാരമൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് എടുക്കാൻ ഒരു ചെറിയൊരു പേടി. അതുകൊണ്ട് അമ്മ എടുത്തു കേട്ടോ. അമ്മ ഇതാ സ്വന്തം കുഞ്ഞിനെ പോലെ ഇത് തോളത്ത് വെച്ച് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവനൊരു വികാരം ഒന്നുമില്ല. ആരുടെ അടുത്താണ് ഇരിക്കണമെന്നോ ആരെങ്കിലും എന്നെ എടുത്തിട്ടുണ്ടോ എന്ന് പോലും ഒരു മൈൻഡ് ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു, കാം ആൻഡ് കൂളായിട്ട്. പിന്നെ നോക്കൂ, ഈ ഒരു പാമ്പ് കേട്ടോ നമുക്ക് കയ്യിൽ പിടിക്കാം, തോളത്തും കഴുത്തിലൊക്കെ നമുക്കിടാം, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ എനിക്ക് പേടി തൊടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ തൊടാൻ വേണ്ടി കുറേ ശ്രമിച്ചു. എനിക്ക് തൊടാൻ പേടിയായി, ഞാൻ തൊട്ടില്ല. ആര്യക്കുട്ടി തൊട്ടു കേട്ടോ. പക്ഷേ ഒരു പ്രശ്നമില്ല അവനെക്കൊണ്ട്. അവനിങ്ങനെ സ്മൂത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കും, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു പേടി തൊടാൻ വേണ്ടിയിട്ട് തൊടാൻ പറ്റിയില്ല. പിന്നെ ഇതേ ഈ ഫിഷിനൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഭക്ഷണം കൊടുക്കാം കേട്ടോ. അവരുടെ തീറ്റ നമുക്ക് കൊടുക്കാം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് ആ തീറ്റ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു മസാജ് നമുക്ക് കിട്ടും. പിന്നെ നല്ല രസമാണ്. എല്ലാവരും കൂടി വന്ന് നമ്മുടെ കൈ തീറ്റ കഴിഞ്ഞാൽ നമ്മുടെ വിരലുകളൊക്കെ അവരിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സെഷനാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ നേരം തീറ്റകൾ കൊടുത്ത് എല്ലാവരും അവിടെ തന്നെ കുറേ നേരം കളിച്ചു കേട്ടോ. ഈ പാർക്കിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ളത് കുട്ടികൾക്കാണ് കേട്ടോ. നമ്മൾ ആ ഒരു പക്ഷികളെയും പാമ്പിനൊക്കെ കണ്ട് ആ ഒരു ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫുൾ ഏരിയയും പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസാണുള്ളത്. അപ്പം നമ്മുടെ കൂടെ 2 കുട്ടികളുള്ളത് കൊണ്ട് തന്നെ അവർ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുട്ടികൾ അവിടെ കളിക്കുമ്പോൾ നമ്മൾ പാരൻസിനൊക്കെ ഇരിക്കാൻ വേണ്ടി നല്ലൊരു ആംബിയൻസും കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മക്കൾ കളിക്കുന്നത് നോക്കിക്കൊണ്ട് നമുക്ക് കാമായിട്ട് കൂളായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. ഒരുപാട് പാരൻസ് അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുഞ്ഞു മക്കളുമായിട്ട്. അപ്പോൾ അവരവിടെ കളിക്കുമ്പോൾ നമുക്കിവിടെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നല്ല കാമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളിതാ പാർക്കിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അടുത്തതായി ഞങ്ങൾ പോയത് പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ കൂട്ടായി ബീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെയും കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈവനിങ് ആയി ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോഴേക്കും. അതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റ് കടിക്കുന്നുണ്ടായിരുന്നു. നല്ല വൈബായിരുന്നു ബീച്ചിലെത്തിയപ്പോൾ. കുട്ടികളാണെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നില്ല. ബീച്ചിൽ പോയാൽ അങ്ങനെയാണല്ലോ, ഇങ്ങനെ ഇരിക്കാനേ തോന്നും. പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ഉണ്ടായിരുന്നു. അവിടെയും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.